ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം നടക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ 50ഓളം ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനമടക്കം തകർത്തു എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ നിയന്ത്രണത്തിലാണ്, അതിലാക്കും എന്നുള്ള ട്രംപിൻ്റെ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഒപ്പം ലെബനനിലും, ഇറാനിൽ മാത്രമല്ല ലെബനനിലും കനത്ത ആക്രമണം കഴിഞ്ഞ് 2 ദിവസമായി ഉണ്ട്. ലെബനനിൽ മാത്രം മരണം 220 കഴിഞ്ഞു. ഇറാനിലാകട്ടെ 1500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ചില തിരിച്ചടികളും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നുണ്ട്. തെക്കൻ ഇസ്രായേലിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത, ഇറാന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ സൈനിക വിമാനത്താവളത്തിൽ ഡ്രോൺ വീണ് തീപിടുത്തമുണ്ടായി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാഖ് സുരക്ഷാ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇന്ന് പുലർച്ചെ തുടങ്ങിയ ആക്രമണം ഇപ്പോഴും തുടരുന്നു. സഖ്യസേനയുടെ 50ഓളം യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്നു. കനത്ത ബോംബിംഗ് നടക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവും കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ ടെഹ്റാനിലെ അതീവ സുരക്ഷാ ആസ്ഥാനത്തിന് താഴെയുള്ള കൂറ്റൻ ഭൂഗർഭ ബങ്കറുകൾ ഉൾപ്പെടെ ഇസ്രായേൽ വ്യോമസേന തകർത്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതടക്കം വലിയ ആക്രമണം കടുപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയാണ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും മുന്നറിയിപ്പിന് പിന്നാലെ. മറ്റൊന്ന്, ഇറാന്റെ ഈ ഡ്രോൺ കാരിയർ കപ്പൽ അടക്കം നശിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരികയും ഇറാന്റെ നാവികശേഷി കൂടി ഇല്ലാതാക്കും എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഒരുപക്ഷെ ഈ 8ാം ദിവസത്തെ ആക്രമണം എന്ന് പറയുന്നത് നേരത്തെ 1ാം ദിവസത്തെ ആക്രമണം കഴിഞ്ഞാൽ അത്രയും കടുപ്പിച്ചുള്ള ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പോൾ ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്ന് ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഇതിനിടയിൽ പല ഗൾഫ് രാജ്യങ്ങളെയും ഇറാൻ നോട്ടമിട്ടിരുന്നു. ഇതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും അവശേഷിപ്പിക്കുക, ഇല്ലാതാക്കുക എന്ന നീക്കം കൂടി ഉണ്ടോ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഒരു പോരാട്ടം അത് തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നത് ഇറാന്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാനെ കൊണ്ട് കൂടുതൽ ആയുധങ്ങൾ തങ്ങൾക്ക് നേരെ പ്രയോഗിപ്പിച്ച് അവരുടെ ആയുധശേഷി ഇല്ലാതാക്കുക എന്ന നീക്കത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. എന്നാൽ ഇറാനും കുറച്ച് കരുതി തന്നെയാണ് അവരുടെ യുദ്ധമാർഗങ്ങൾ അവലംബിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. കാരണം ഇറാൻ തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ നടത്താതെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചെറിയ ഇടവേള അവർ എടുത്തിരുന്നു. പശ്ചിമേഷ്യയിലെ US-ന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കാണെങ്കിലും അധികം ആക്രമണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. തെക്കൻ ഇസ്രായേലിലേക്ക് ചില മിസൈലുകൾ വിക്ഷേപിച്ചതൊഴിച്ചാൽ മറ്റ് വലിയ നീക്കങ്ങളൊന്നും അവർ നടത്തിയിരുന്നില്ല. ഈ സമയത്താണ് US-ന്റെയും ഇസ്രായേലിന്റെയും സംയുക്തമായിട്ടുള്ള ആക്രമണം അത് ഇറാനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നത്. ടെഹ്റാനിലുൾപ്പെടെ കനത്ത നാശനഷ്ടങ്ങൾ അവർക്ക് വരുത്താൻ സാധിച്ചു. ടെഹ്റാനിലുള്ള മെഹ്റാബാദ് എയർപോർട്ടിൽ വൻ തീപിടുത്തമുണ്ടായി. നിരവധി വിമാനങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഈ എയർപോർട്ടിന്റെ പ്രവർത്തനം അത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ആൾനാശമൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും വൻ സ്ഫോടനങ്ങളുണ്ടായി. ടെഹ്റാൻ നഗരത്തിൽ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പല ഭാഗത്തേക്കും ഇറാൻ നിലവിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ഇസ്രായേലിന്റെ ആർമി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് നിലവിൽ തിരിച്ചടികൾ തുടങ്ങി, മിസൈൽ ആക്രമണം തുടങ്ങിയെന്ന് ഇസ്രായേലിന്റെ ആർമി സ്ഥിരീകരിക്കുന്നുണ്ട്. ജെറുസലേം അതുപോലെ തന്നെ നേവ്ഗവ് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടന്നതായിട്ടാണ് നിലവിൽ വിവരം ലഭിക്കുന്നത്. പല മിസൈലുകളും ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില മിസൈലുകളെങ്കിലും രാജ്യത്ത് പതിച്ചതായിട്ടാണ് വിവരം. ഇതിന്റെ കാഷ്വാലിറ്റീസ് ഒന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലേക്കും ഇറാൻ ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ 6 ഡ്രോണുകളാണ് ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിയാദിന് നേരെ വന്നിട്ടുള്ള ഒരു ഡ്രോണും തകർത്തതായിട്ട് വിവരമുണ്ട്. അതുപോലെ തന്നെ ജോർദാനിലേക്ക് വന്നിട്ടുള്ള 3 മിസൈലുകൾ തകർത്തു. അതുപോലെ തന്നെ അഖാബ നഗരത്തിന് നേരെ വന്നിട്ടുള്ള ഒരു ഡ്രോണും കൂടി തകർത്തതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഒരു
ആക്രമണങ്ങൾ. ഇതിനിടെ IRGCയുടെ ഭാഗത്ത് നിന്ന് US-ന് ഒരു ഭീഷണി കൂടി വന്നിട്ടുണ്ട്. അതായത് വൈറ്റ് ഹൗസും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴി വേണമെങ്കിൽ ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ടി US-ന്റെ നേവി മറ്റ് കപ്പലുകൾക്ക് അകമ്പടി നൽകും എന്നുള്ളൊരു അറിയിപ്പ് ട്രംപിൻ്റെയും അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരു ഭീഷണിയുമായിട്ടാണ് IRGC നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. US-ന് വേണമെങ്കിൽ ഇത്തരത്തിൽ മറ്റ് കപ്പലുകൾക്ക് അകമ്പടിയാകാം. പക്ഷേ അവർ മറ്റൊരു കാര്യം, അതായത് അവരുടെ ബ്രിസ്റ്റൺ കോൺവോയ് എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ കാര്യം ഒന്ന് ഓർക്കണം എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ബ്രിസ്റ്റൺ കോൺവോയ് വളരെ പ്രശസ്തമാണ്. അതായത് 1987 ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് കുവൈറ്റ് അമേരിക്കയുടെ സഹായം ചോദിച്ചിരുന്നു കുവൈറ്റിൻ്റെ ചില എണ്ണ ടാങ്കറുകൾക്ക് അകമ്പടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമേരിക്ക അയച്ച ഒരു അകമ്പടി വാഹനമാണ് ഈ ബ്രിസ്റ്റൺ കോൺവോയ്. എന്നാൽ ഇത് ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു നേവൽ മൈനിലിടിച്ച് ഈ കപ്പലിൽ സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഇതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ കപ്പലിന് ഉടൻ തന്നെ തീരം പിടിക്കേണ്ടി വന്നു പെട്ടെന്ന് അടിയന്തര സഹായത്തിന് വേണ്ടി. അപ്പോൾ ഈ ഒരു സംഭവം ഉൾപ്പെടെ ഇറാൻ US-നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ്. ഒപ്പം അജയ്, ഈ നമ്മുടെ ഇറാന്റെ വിമാനവാഹിനി കപ്പൽ ഏറ്റവും കരിങ്കടലിലെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് എന്ന കപ്പലുണ്ട്. അത് ഇപ്പോൾ കരിങ്കടലിലെത്തി എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS ജെറാൾഡ് ഫോർഡ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. മെഡിറ്ററേനിയൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ഈ ജെറാൾഡ് ഫോർഡ് എന്ന കപ്പൽ. അത് സുയസ് കനാൽ മാർഗമാണ് ഇപ്പോൾ കരിങ്കടലിലെത്തിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതോടെ ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് US. ഇറാനുമായി കരിങ്കടൽ നേരിട്ട് അതിർത്തി പങ്കുവെക്കുന്നില്ലെങ്കിലും ഏതൻ കടലിടുക്ക് വഴി ഇറാൻ സമീപം എത്താനാകും. ആ മാർഗമാണ് ഇപ്പോൾ ഇറാനിലേക്ക് അവർ എത്താൻ സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് നേരത്തെ അറിയാം, നിക്കോളാസ് മഡ്യൂറോ വെനസ്വേലയിലെ നേതാവിനെ പിടികൂടിയതുൾപ്പെടെയുള്ള ട്രംപിൻ്റെ സുപ്രധാന നീക്കങ്ങളിൽ USS ജെറാൾഡ് ഫോർഡ് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ജെറാൾഡ് ഫോർഡിനെ കൂടി കളത്തിലിറക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള ലക്ഷ്യങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ട US-നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, നമ്മുടെ അയത്തുള്ള ഖമേനി മരിച്ചിട്ട് ഇന്നിപ്പോൾ 8 ദിവസം പിന്നിടുകയാണ്. മരണവാർത്തയടക്കം പുറത്തു വന്നിട്ട് അയത്തുള്ള ഖമേനി മരിച്ചിട്ടും ഖമേനിയുടെ എക്സ് അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സജീവമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഖമേനിയുടെ മരണശേഷവും ഈ അക്കൗണ്ടിൽ നിന്ന് ചില കുറിപ്പുകൾ വരുന്നുണ്ട്. ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് ഈ കുറിപ്പിലൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സയനിസ്റ്റ് ഭരണകൂടത്തിന് വലിയ തെറ്റുപറ്റി, ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭരണകൂടത്തെ നിരാശയിലാക്കും എന്നാണ് കുറിപ്പ് വിശദമാക്കുന്നത്. മിസൈലുകൾ നിർമ്മിക്കുന്നതും ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നതും ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രം ഉൾപ്പെടുത്തിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നത്. അതിനുശേഷം ഇത്തരം പോസ്റ്റുകൾ വരുന്നത് കൂടി വമ്പൻ ശത്രുരാജ്യത്തെ ഇല്ലാതാക്കുമെന്ന തരത്തിലൊക്കെയാണ് ഖമേനിയുടെ പോസ്റ്റുകൾ. ഇപ്പോൾ ഖമേനിയുടെ പോസ്റ്റുകളും മറ്റും കൈകാര്യം ചെയ്യുന്നത്, അക്കൗണ്ടുകളും മറ്റും കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരായിരിക്കാം. അവരൊക്കെ ആയിരിക്കാം ഈ പോസ്റ്റ് ഇടുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അജയ്, പ്രധാനമാണ് ഖമേനി ഇറാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, മുന്നറിയിപ്പുകളുമായി രംഗത്തുണ്ട് എന്നത് പ്രധാനമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും ഈ ഒരു വാഗ്വാദങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ നിരവധി കണ്ടതാണ്. അതേ മാർഗങ്ങൾ തന്നെ US-ഉം ഇറാനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോൾ ഖമനയുടെ അക്കൗണ്ട് വഴിയുള്ള പോസ്റ്റ് അത് തീർച്ചയായിട്ടും US-നും അതുപോലെ തന്നെ ഇസ്രായേലിനുമുള്ള ഒരു ഭീഷണി തന്നെയാണ്. ഇപ്പോൾ ഇറാനകത്തുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഇറാനകത്ത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലഭ്യമല്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഹാൻഡിലുകൾ വഴി ഈ അക്കൗണ്ടുകൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട്. പല ഇറാനിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും പോസ്റ്റുകളും അതുപോലെ തന്നെ പല വെല്ലുവിളികളും എല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഖമനയുടെ അക്കൗണ്ട് വഴി വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന് തെറ്റുപറ്റി, അതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ മറ്റ് അനന്തരഫലങ്ങൾ ഈ ഭരണകൂടങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്
AI ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും മറ്റ് ലോകത്തോടുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടികൾ നൽകും എന്നുള്ളത്. എന്തായാലും US ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവകരമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് തന്നെ ഔദ്യോഗികമായിട്ട് ചില ആയുധ വ്യാപാരികളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും പല ആയുധങ്ങളും നിർമ്മിച്ച് അത്യാധുനികമായിട്ടുള്ള പല സംവിധാനങ്ങളും പശ്ചിമേഷ്യയിൽ വിന്യസിക്കാൻ തന്നെയാണ് US ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഇറാനെ പൂർണ്ണമായി തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആന്റി ഡ്രോൺ സിസ്റ്റമായിട്ടുള്ള മെറോപ്സ് കൂടി പശ്ചിമേഷ്യയിൽ വിന്യസിക്കുമെന്നാണ് വിവരം. ശരി അജയ്, വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇതിനിടയിൽ IR